ഇടതംഗം കെ പ്രേംകുമാർ. ഇനിയുള്ളത് നാളെ മുതൽ സ്പീക്കർ ചെയറിൽ ഇരിക്കേണ്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. UDF നിരയിലെ ഏറ്റവും മുതിർന്ന അംഗം. കോട്ടയത്തു നിന്നുള്ള MLA, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തും. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സ്പീക്കർ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാര്യമായ വെല്ലുവിളികളില്ലാതെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ തിരഞ്ഞെടുക്കപ്പെടും. 100 അംഗങ്ങളുടെ വലിയ ഭൂരിപക്ഷം UDFനുണ്ട്. അതിനാൽ തന്നെ കാര്യമായ വെല്ലുവിളി തിരുവഞ്ചൂരിനുണ്ടാകില്ല. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുകയാണ്. തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രം ഈ സത്യപ്രതിജ്ഞ. എത്രയോ തവണ തിരുവഞ്ചൂർ ഇതുപോലെ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ പലവട്ടം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 77ാമതാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഇനി 78ാമത്തെ അംഗം M റഹ്മത്തുള്ള മഞ്ചേരിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികനാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ചേരിയിൽ നിന്നുള്ള നിയമസഭാംഗത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണ് ഇനി കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത്.